സകൃതകൃതരായ നാട്ടുകാരെ, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, ആവേശപൂരിതരായ ആരാധകരെ, പൂത്തിരി കലാവേദിയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഈ ഓണത്തിന് 18ാമത് ഹാസ്യ നാടകം വല്ലാത്തൊരോണം. കഥാ തിരക്കഥ സംഭാഷണം സംഘട്ടനം. ഇതൊക്കെ ആരോ ഏതോ എനിക്കറിയില്ല, ചോദിക്കരുത് പ്ലീസ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന ആരോടെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും ഒരു ഇൻസ്പിറേഷൻ മാത്രമാണ്. ഇനി വൈകിപ്പിക്കുന്നില്ല, ഞങ്ങളത് തുടങ്ങട്ടെ. അനുഗ്രഹിച്ചാലും ആസ്വദിച്ചാലും. ചില മാസങ്ങൾക്ക് മുമ്പ് പാതാളത്തിലെ ഒരു സാധാരണ ദിവസം മാവേലി തമ്പുരാൻ തന്റെ വിശ്രമ വേളയിൽ ഇൻസ്റ്റാ റീൽസ് റെക്കോർഡ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഇവിടെ ഹിന്ദി പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് അതിഥി ജീവിതം മറക്കാറായെന്ന് തോന്നുന്നു. റീൽസ് ഒക്കെ സമാധാനമായി ഒന്നും ചെയ്യാൻ നീ സമ്മതിക്കില്ല. എന്തോന്നാണ് നിനക്ക് കിട്ടിയത്? ക്ഷമാക്കരോ. അല്ല, സോറി, മാപ്പ്. തമ്പുരാനെ, ഓണം ഇങ്ങ് അടുത്ത് വരികയല്ലേ. തമ്പുരാനെ ക്ഷണിച്ചുകൊണ്ട് സർവലോക മലയാളി അസോസിയേഷനുകളും ക്ഷണക്കത്തുകൾ അയച്ചിരിക്കുന്നു. അല്ല, ഇത്തവണ ഏത് നാട്ടിലേക്കാണ് യാത്ര? എടാ മോനെ, ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. അസോസിയേഷനുകൾ മാവേലി ഇവിടെ, മാവേലി അവിടെ എന്നൊക്കെ പറഞ്ഞ് റീൽസ് ഒക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ KTV തുറന്നാൽ നമുക്ക് നാട്ടിലോട്ട് പോകാൻ ഒരു ഭയം. പട്ടികളിയാണോ അതോ കൊടുകാണോ? എന്താണാവോ അങ്ങയുടെ പേടി സ്വപ്നം? ഇതൊന്നും അല്ലടേ. നീ സിനിമാ കമ്മിറ്റി എന്ന് കേട്ടില്ലേ? വലിയേട്ടന്മാർ, ഇന്റർവെൽ സാബു, പേടിമോൻ തുടങ്ങി എല്ലാവരും ഭയത്തിലല്ലേ. അപ്പോ ഇത്ര വലിയ സെലിബ്രിറ്റിയായ നാമോ ഇനി തമ്പുരാൻ സേട്ടനെങ്ങാനും. ശുഭൻ, ഈ സധർമ്മിയായ മഹാബലി തമ്പുരാനെ സംശയിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആടയാഭരണങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത്തരക്കാരനല്ല. പക്ഷേ ഒരു നീർക്കോലി ചാനൽകാരൻ മതിയല്ലോ അത്താഴം പൊട്ടിക്കാൻ. തമ്പുരാനെ, നമുക്ക് നമ്മുടെ സാറന്മാരെ അയച്ച് സ്ഥിതി വിവരങ്ങൾ വിലയിരുത്താം. കേരള യാത്ര ജാഗ്രതയോടെ മതി. ശരി വത്സ, നീ റീൽസ് ഒന്ന് നോക്കൂ. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ ഓണാഘോഷം സെപ്റ്റംബർ 28-ന്. കണ്ടിട്ട് പ്രവാസികളാണ് നമുക്കിപ്പോൾ സേഫ് എന്ന് തോന്നുന്നു. ശരിയാ തമ്പുരാൻ ചേട്ടാ. നാട്ടിലെ സുന്ദരിമാരും സുന്ദരന്മാരും ഇപ്പോൾ ജർമ്മനൊക്കെ പഠിച്ച് നാട് കുടിക്കുകയല്ലേ. അവിടെ ഒരു കൊച്ചു കേരളം തെളിഞ്ഞു വരുന്നുണ്ട്. വർഷമാവന്റെ മഴുവിന്റെ ഒരു പീസ് അവിടെ നിന്ന് കുഴിച്ചെടുത്തു എന്ന് മഞ്ചരവിൽ കണ്ടു. മഞ്ചര വായനായിട്ട് നീ ആ റൂട്ട് മാപ്പ് ഒന്ന് നോക്കി ചാറ്റ് ജീവിക്കുമെന്ന് നോക്കണ്ട. വല്ല വേൾഡ് വാർ റൂമിന്റെ പള്ളിയായിരിക്കും. ഏതായാലും ഇത്തവണ സുഡാട്ടോട് തന്നെ വിട്ടാലോ? നമ്മുടെ യാത്രയ്ക്കുള്ള ചിട്ടവട്ടങ്ങളൊക്കെ തയ്യാറാക്കും അതിനെ. എങ്കിൽ ഞാൻ നമ്മുടെ റങ്കാനെ ഒന്ന് വിളിക്കട്ടെ. വിസ ഒപ്പിക്കണം. ആരാടാ ഈ രംഗണ്ണൻ? അണ്ണൻ ആസാമി അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. എന്തുണ്ടാ മോനെ ആസാമി? ആസാമി കേട്ടിട്ടില്ലേ? ആസാമി എന്നാൽ ആഗോള സ്റ്റുട്ട്ഗാർട്ട് മലയാളി സമാജം. പുള്ളി വെറും ഒരു പ്രസിഡന്റ് അല്ല, ഒരു ഒന്നൊന്നര മോഡലാണ്. ഫുട്ബോൾ ക്ലബ് മാനേജർ, റിക്രൂട്ട്മെന്റ്, അലോട്ട്മെന്റ്, ഗവൺമെന്റ് ക്ലാസ്, മുസ്ലിം പണി, വാർത്തപ്പണി എല്ലാം ചെയ്യുന്ന ഒരു അടാർ ഐറ്റം തന്നെ മുതലാളി. എന്നാ സ്റ്റുട്ട്ഗാർട്ട് പോയേക്കാം. സീൻ നമ്പർ 2. ഓണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആസാമി സമാജം വിവിധ ഓണപരിപാടികളുടെ ആലോചനാ യോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആവേശം കുലുക്കിയ വിയർ പോലെ പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു.
ഇത്തവണയെങ്കിലും നമുക്ക് ഒറിജിനൽ മാവേലി തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ ഓണം കൂടാനും ഞങ്ങളില്ല. ഗൈസ്, നമുക്ക് വല്ല കുന്തിദേവിയോ റോച്ചയോ സോണിയോ പോലുള്ള വല്ല സെലിബ്രിറ്റിയെ വിളിച്ചാൽ പോരെ? ഈ മാവേലിയൊക്കെ മ്യൂസിയം പീസ് അല്ലേ? വേണം മോനെ. ഈ വക തലപ്പുറകളൊന്നും ഫ്രാങ്കൻസ്റ്റൈൻ ചെയ്യില്ല. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അവൻ 916 മാവേലിയെ തന്നെ നാ കൊണ്ടുവരും. ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. എല്ലാം സെറ്റാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അണ്ണ പറഞ്ഞ് കേട്ടില്ലേ? ഇറങ്ങി പോടാ അണ്ണ. ഇതുവല്ലം നടക്കും? തമ്പാനെ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മാവേലിയുടെ അസിസ്റ്റന്റ് ബാബു നമ്മുടെ ഇൻസ്റ്റാ ഫ്രണ്ടാണ്. നീ പോയി വിസയുടെ കാര്യം നേരെ, ബാക്കിയൊക്കെ ഫ്രാങ്കൻസ്റ്റൈൻ നോക്കിക്കോളാം. ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കാം. സമയം ഇത്തിരി ടൈറ്റാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ മാവേലിക്ക് ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് വിസ ഒപ്പിക്കും. കേരളത്തിൽ ആളെ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ പാതാളത്തിൽ റിക്രൂട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. മാവേലി ചിലപ്പോൾ പഠിക്കുമോ എന്തോ. 10-20 കൊല്ലം പറ്റിയിട്ട് നാം പഠിച്ചില്ല. പിന്നല്ല രാവിലെ. എന്നാൽ ഞാനങ്ങോട്ട് ശാലായി. നീ പൊക്കോ. കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യും. ശരിയാണ്. അങ്ങനെ കാത്തിരിപ്പുകൾക്കും വല്ലാത്ത പേപ്പർ വർക്കുകൾക്കും ഒടുവിൽ ആ സുദിനം എത്തിച്ചേർന്നിരിക്കുന്നു. മാവേലി തമ്പുരാൻ എത്തുന്ന ദിനം. തമ്പുരാനെ ആനയിക്കാൻ രംഗൻ ചേട്ടനും കൂട്ടരും സുൽത്താൻ ഓപ്പാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വരണം മാവേലി തമ്പുരാനെ. ചുടുകാട്ടിലേക്ക് സ്വാഗതം. തമ്പുരാൻ ഹാപ്പിയല്ലേ? ആയുഷ്മാൻ ഭവ. എന്തൊരു മഴയാളിയുടെ. തമ്പുരാനെ, ഇവിടെ ഇപ്പൊ കേരളം എന്ന പോലെയാണ്. ചിലയിടത്ത് ചൂട്, ചിലയിടത്ത് മഴ, ചിലയിടത്ത് ചാരം. ശിവ അല്ല, തമ്പുരാന്റെ ആടയാഭരണങ്ങളൊക്കെ ഇവിടെ. എടാ മോനെ, ഫ്രാങ്ക്ഫർട്ടിൽ വന്നിറങ്ങിയ നമ്മുടെ പുണ്യ പുരാതന സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പെട്ടി കണ്ട മാത്രയിൽ കസ്റ്റംസുകാർ വളർന്നു. 450 യൂറോയിൽ കൂടുതൽ ഇങ്ങോട്ട് ചെയ്തത് ഒരു നല്ല തുക ഫൈൻ കൊടുക്കാൻ പറഞ്ഞു. യൂറോ ഒന്നും ഇല്ലാത്തതുകൊണ്ടോ പെട്ടി അവിടെ തന്നെ കൊടുത്തു. ഇനി നിങ്ങൾ വേണം ഒന്ന് സഹായിക്കാൻ, ഒന്ന് ശരിയാക്കി തരണം കേട്ടോ. തമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ. ആകെ പുലിവാലായല്ലോ. കിരീടവും കുടയും ആഭരണങ്ങളും ഇല്ലാത്ത മാവേലിയെ കൊണ്ടുചെന്നാൽ ആസാമി സമാജക്കാർ നമ്മെ കല്ലെറി കൂക്കി. ഒരു കാര്യം ചെയ്യാം, കുറച്ചു നാൾ മാവേലിയുടെ തമ്പാന്റെ ഇവിടെ നിൽക്കട്ടെ. അണ്ണൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്യാം. അമ്പാൻ, നീ മാവേലിയെ പറഞ്ഞ് മനസ്സിലാക്കുക. നാം പിന്നെ വേണം. അണ്ണാ സെറ്റ്. മാവേലി ഒരു 2 വളവ് കൂടി വളഞ്ഞാൽ കാറിൽ കയറാം. അതും പോയി. ഔ, എന്താണാവോ ഇവിടൊക്കെ കുത്തിക്കുഴിച്ചിട്ടിരിക്കുന്നത്? വല്ല തുണിക്കിപ്പണിയുമാണോ? എന്താണോ ഈ സ്റ്റുട്ട്ഗാർട്ട് 21? ഇതാണ് മാവേലി, നമ്മുടെ സ്റ്റുട്ട്ഗാർട്ടിലെ പണി തീരാത്ത തീവണ്ടി താവളം. പേരിന് പോലും ഒരു പണിക്കാരൻ ഇവിടെ കാണും. 2021 പോയിട്ട് ഇനി മിനിമം 21 വർഷം എടുത്തുകൊണ്ട് ചുരുക്കം. ആഹാ. തമ്പുരാനെ, ഞാൻ നമ്മുടെ സ്റ്റുട്ട്ഗാർട്ടിലെ ഫുട്ബോൾ ക്ലബിനെ പറ്റി എഴുതിയിരുന്നല്ലോ. മാവേലി അതിന്റെ ചീഫ് സ്പോൺസർ ആക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ആയിക്കോട്ടെ, ക്യാഷ് മാത്രം ചോദിക്കരുത്. പേര് എത്ര വേണമെങ്കിലും വെച്ചോ. പിന്നെ ആഭരണങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ട് നമുക്കൊരു കൈ നോക്കാം. ദാ, ആ മനസ്സുണ്ടല്ലോ, അത് മതി. ഇവിടുത്തെ പേപ്പർ വർക്കുകൾക്ക് കുറച്ച് സമയം എടുക്കും. എന്തായാലും മാവേലി നമുക്ക് ജർമ്മൻ ക്ലാസ്സിൽ ചേരണം. പിന്നെ ഫുട്ബോൾ ക്ലബിൽ. എല്ലാം നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ആവട്ടെ. നമുക്ക് A1, A2, B1, B2, C1 ഒക്കെ പഠിക്കണം. മാവേലിയെ പഠിപ്പിച്ച് ഞാനൊരു ജർമ്മൻ സിറ്റിസൺ ആക്കും. അതെ, ജർമ്മന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് നിന്നോടൊരു സംശയം ചോദിക്കാനുണ്ട്. ഈ തീവണ്ടിത്താവളത്തിൽ ഗുണ്ടൻ സർവീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഇത് എന്ത് തരം അനുവാക്കാണ്? അതെ, ഇവിടെ പരസ്യമായി. എന്റെ പൊന്നു മാവേലി, അത് മാവേലി ഉദ്ദേശിച്ച ഐറ്റമൊന്നും അല്ല. കസ്റ്റമർ കെയറാ, കസ്റ്റമർ കെയർ. അല്ല, ചൂസ് മീ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു.
അപ്പടിയാ പോവാം. അങ്ങനെ വിസ പേപ്പറുകളും സ്വർണ്ണപ്പെട്ടിയും കാത്ത് മാവേലി തമ്പുരാൻ സ്റ്റുട്ട്ഗാർട്ടിൽ പ്രവാസ ജീവിതം ആരംഭിച്ചു. ഇന്നാണ് സ്റ്റുട്ട്ഗാർട്ടുകാർ കാത്തിരുന്ന ആഘോഷങ്ങളുടെ ദിനം. പൂവിളികൾ കേട്ട് ഓണസദ്യ കഴിക്കാനും ഓണക്കളികളിൽ കൂടാനും മാവേലി തമ്പുരാൻ വരുമോ? തമ്പാനും രംഗനും മാവേലിയെ ചതിക്കുമോ? കാത്തിരുന്നു കാണാം. ഒറിജിനൽ ആഭരണങ്ങൾ ഇതുവരെ കിട്ടിയില്ല. തേമൂലെ ഫേക്ക് ആഭരണങ്ങൾ കൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. രംഗനും തമ്പാനെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി. ആസാമികളുടെ ഓണത്തിന് ഏതായാലും പോകണം. അവരൊക്കെ വരാതിരിക്കില്ല. ആദ്യം ബാബുമോനെ വിളിക്കാം. പാതാളത്തിലെ കാര്യങ്ങളൊക്കെ എന്തായോ എന്തോ. അല്ല, Guten Tag, König Maveli. Wie geht es dir? എന്റെ കൃഷ്ണ, നീയും വലിയ ധർമ്മകാരനായി പോയല്ലോ. ഷമി സമരം ചേട്ടാ, ഞാൻ ഗവൺമെന്റൊക്കെ പഠിച്ച് അസിസ്റ്റന്റ് വിസയിൽ അവിടെ എത്താൻ റെഡി ആകുകയാ. അല്ല, എന്തുണ്ട് അവിടെ? എല്ലാം ശരിയായോ? ഓണാഘോഷത്തിന് എത്തിയോ? അതെ, ഇവിടെ ഫുട്ബോൾ കളിയും കേരളയും ഒക്കെ സമർത്ഥമായി നടക്കുന്നു. പേപ്പറും വെട്ടിയൊന്നും ശരിയായിട്ടില്ല. ഫേക്ക് ആഭരണങ്ങളൊക്കെ കളിച്ച് നാം ഓണാഘോഷത്തെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ബാബുമോനെ, ഞാൻ പിന്നെ വിളിക്കാം. രംഗം വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. തമ്പുരാനെ, കിട്ടി കിട്ടി. തമ്പാനെ, നാം വിടണേ. എടാ മക്കളെ, രംഗൻ ചേട്ടൻ കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കണം. തമ്പാൻ, തുളസി. ശാലേ അണ്ണാ, ദേ ഒരു കത്തും പിന്നെ ഒരു കത്തും. അയ്യോ, എക്സ്ക്യൂസ് മീ, ആ കളസം നമ്മൾ തന്നെ. പക്ഷേ ഗോൾഡ്, എന്റെ ആഭരണങ്ങൾ. ഈ കത്ത് മൊത്തം ജർമ്മനാണല്ലോ തമ്പാനെ. വായിച്ചിട്ട് നീ വിട്ടേ. അണ്ണാ, ഇവർ പറയുന്നത് അധികം സ്വർണം കൊണ്ടുവന്ന് എടുത്തില്ല. സ്വർണത്തിൽ ചിലത് കണ്ടുകെട്ടിട്ടുണ്ട്. വിന്റേജ് ആയ ബാക്കി ആഭരണങ്ങൾ കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൈമാറി കഴിഞ്ഞു. താഴെ പറയുന്ന ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്താൽ മാവേലിക്ക് വിസ കിട്ടും. ഇല്ലെങ്കിൽ കേരളത്തിലേക്ക് ഡീപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനം. കൃഷ്ണ, ഏതായാലും ഈ ആ ഡോക്യുമെന്റ് ലിസ്റ്റ് ഒന്ന് വായിക്കൂ. വായിക്കാം. 1. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ. നിസാരം. 2. പാതാളത്തിലെ അൺമൾഡൂം സർട്ടിഫിക്കറ്റ്. അന്തസ്. 3. വാമന് കൊടുത്ത 3 സെന്റിന്റെ കരമടച്ച റെസിപ്റ്റ്. ആ സൂപ്പർ സൂപ്പർ. 4. മതി 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 മതി, തിരുപ്പതി. ഏതാ ഇവാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായി നാം കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ ഓണം അടിച്ചു പൊളിക്കാം. ഇനി നല്ലൊരു സദ്യയും കളികളും എല്ലാം നമുക്ക് തകർക്കണം. പേപ്പർ വർക്കൊക്കെ റെഡിയായാൽ അടുത്ത വർഷം ഓണത്തിന് ഞാൻ എന്തായാലും വരും. രംഗണൻ, എല്ലാവർക്കും ചൂസ്. ഹാപ്പി ഓണോട്ടാ.